നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനും മോഡലും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. പെരുമ്പാവൂർ സ്വദേശിയായ ഷിയാസ് പ്രമുഖ അഡ്വർടൈസിംഗ് കമ്പനിയിലെ മോഡലായിരുന്നു. നിരവധി മുൻനിര ബ്രാൻഡുകളുടെ ദേശീയ അന്തർദേശീയ മോഡലായി റാമ്പിൽ എത്തിയ ഷിയാസിന്റെ ജീവിതം ബിഗ് ബോസിൽ എത്തിയതോടുകൂടിയാണ് കൂടുതൽ കളറായത്. പേരും പ്രശസ്തിയും താരത്തിന് ലഭിച്ചതും ബിഗ് ബോസിന്റെ ഭാഗമായ ശേഷമാണ്. തുടർന്നാണ് സിനിമയിൽ നിന്നും അവസരങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോഴിതാ നടനെതിരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണത്തിനും സാമ്പത്തിക തട്ടിപ്പിനും പരാതി. പ്രണയം നടിച്ച് പണം തട്ടിയെടുത്തുവെന്നും നഗ്നദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ച് പ്രവാസി യുവതിയാണ് നടന് എതിരെ പോലീസിൽ പരാതി നൽകിയത്. 65 ലക്ഷം രൂപ ഷിയാസ് തട്ടിയെടുത്തുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോഴാണ് നഗ്നദൃശ്യങ്ങൾ പോൺ സൈറ്റിലൂടെ പുറത്തുവിടുമെന്ന് ഷിയാസ് ഭീഷണിപ്പെടുത്തിയതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. അഭിഭാഷകൻ മുഖേന പാലാരിവട്ടം പോലീസിലാണ് യുവതി പരാതി നൽകിയത്. ജിം നവീകരണത്തിനെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വൻ തുക ഷിയാസിന് കൈമാറിയതായാണ് യുവതി പറയുന്നത്. എന്നാൽ പിന്നീട് പണം തിരികെ ചോദിച്ചപ്പോൾ യുവതിയെ ഷിയാസ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അത്രേ. നഗ്നദൃശ്യങ്ങൾ പോൺ സൈറ്റുകൾക്ക് നൽകുമെന്നായിരുന്നു ഭീഷണിയെന്നും പരാതിയിലുണ്ട്. ഇത് മാനസികമായി തളർത്തിയെന്നും യുവതി പറയുന്നു. ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വോയിസ് റെക്കോർഡുകൾ എന്നിവയും യുവതി പരാതിക്കൊപ്പം പോലീസിന് നൽകി. കൊച്ചിയിൽ താമസിക്കുന്ന യുവതിയാണ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ യുവതി തന്റെ പക്കൽ നിന്ന് പലതവണ പണം വാങ്ങിയിട്ടുണ്ടെന്നും അത് തിരികെ ചോദിച്ചപ്പോൾ കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഷിയാസ് കരീം പറയുന്നു. യുവതിക്കെതിരെ പെരുമ്പാവൂർ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. പരാതി പരിശോധിച്ച് ഉടൻ തുടർ നടപടിയെടുക്കുമെന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചു. അതേസമയം മുൻപും ഷിയാസ് കരീമിനെതിരെ പീഡന പരാതി ഉയർന്നിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ ഷിയാസിനെതിരെ കാസർഗോഡ് ചന്തേര പോലീസ് കേസെടുത്തിരുന്നു. ജിം ട്രെയിനറായ യുവതിയായിരുന്നു പരാതിക്കാരി. വിവാഹ വാഗ്ദാനം നൽകി ഷിയാസ് പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. 11 ലക്ഷം രൂപയിലധികം ഷിയാസ് തട്ടിയെടുത്തുവെന്നും യുവതി ആരോപിച്ചിരുന്നു. 2021 മുതൽ 2023 മാർച്ച് വരെയുള്ള കാലയളവിൽ എറണാകുളം, കടവന്ത്ര, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഹോട്ടലുകളിൽ എത്തിച്ച് പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചു. നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിദേശമാക്കിയതായും ചെറുവത്തൂരിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് മർദ്ദിച്ചതായും പരാതിയിൽ ആരോപിച്ചിരുന്നു. 2023 മാർച്ച് 21 ചെറുവത്തൂരിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നും 2 തവണ ഗർഭചിത്രം നടത്തിയെന്നും പരാതിക്കാരി അന്ന് ആരോപിച്ചിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.